ഇതുവരെ കാണാത്ത അടിപൊളി കൂൺ പായസം കഴിക്കണം. വേണ്ടവർ മലപ്പുറം എടവണ്ണപ്പാറയിലെ ഷനൂപ് വാഴക്കാടിന്റെ അടുത്ത് വന്നാൽ മതി. ഇതുവരെ കാണാത്ത കൂൺ ബിരിയാണിയും അടിപൊളി കൂൺ പായസവും മുതൽ സമൂസയും കട്ട്ലറ്റും വരെ ഇവിടെയുണ്ട്. ഇതെല്ലാം കാണുന്നവർക്ക് അത്ഭുതമാണ്. കൂൺ പായസമൊക്കെ കഴിച്ചു പോയവർ അത്ഭുതത്തോടെയാണ് ഇതിൻ്റെ രുചി വൈഭവം പറയുന്നത്. കഴിഞ്ഞ 26 വർഷമായി കൂൺ കൃഷി ചെയ്യുന്ന ഷനൂപ് ദിവസവും 100 കിലോഗ്രാം കൂൺ വീടുകളിലെത്തിക്കുന്നുണ്ട്. കോവിഡ് പ്രളയകാലത്ത് മാത്രമാണ് ചെറിയ പ്രതിസന്ധി നേരിട്ടത്. എന്നാൽ ഇപ്പോൾ വീണ്ടും കൃഷി കൂടുതൽ പ്രതാപത്തിലേക്ക് ഉയർന്നു. ശീതീകരിച്ച മുറിയിലാണ് കൂൺ ഉൽപ്പാദനം. കൂണുകൾ വീടുകളിലെത്തിക്കാൻ 9 പേരടങ്ങുന്ന സംഘവുമുണ്ട്. കൂൺ സമൂസ, കട്ട്ലറ്റ്, അട, അച്ചാർ, സൂപ്പ് തുടങ്ങിയവയും ഇവിടെയുണ്ട്. വിവിധ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ സമ്പന്ന ഉറവിടമാണ് കൂൺ. പ്രോട്ടീൻ, നാരുകൾ, വിറ്റാമിൻ ഡി എന്നിവയും ഇതിലൂടെ ലഭിക്കും. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. നമ്മൾ കൂൺഗ്രാമം കമ്പനിയിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് 4 തരം ചിപ്പിക്കൂണാണ്. ഒന്ന് സാജർ കാജു, സാദാ വെള്ള, പിന്നെ ഗ്രേ ഓയിസ്റ്റർ, പിന്നെ കുറച്ച് കാലിന് തണ്ടിന് കുറച്ച് നീളമുള്ളത്, പിന്നെ മിൽക്കി മഷ്റൂം. ഈ 4 ഇനം മഷ്റൂമിനും നല്ല ഉപഭോക്താക്കളുണ്ട്. കൂൺ കൃഷി തുടങ്ങിയ സമയത്ത് ഏറ്റവും വലിയ പ്രയാസമായിട്ട് കണ്ടത് മാർക്കറ്റിംഗ് തന്നെയായിരുന്നു, വിപണനം. കൂണ് പ്രകൃതിയിലുണ്ടാവുന്നതാണ്, അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, അത് മനുഷ്യർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല ഒരു വർത്തമാനം ആ കാലങ്ങളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിപണിയിലേക്ക് എത്തിക്കാൻ വലിയ പ്രയാസം ഉണ്ടായിരുന്നു. ആ സമയത്താണ് കൂണിൻ്റെ വിഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾ പലഹാരങ്ങൾ, അതായത് കട്ട്ലേറ്റ്, സമൂസ ഒക്കെ ഉണ്ടാക്കി വിപണിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ഭയങ്കര പരാജയമായതുണ്ടായത്. കാരണം പൈസ കിട്ടിപ്പോകുന്നില്ല. തുടർന്ന് കൂണിൻ്റെ വിഭവങ്ങളും കൂണിൻ്റെ ഗുണങ്ങളെയും കുറിച്ച് നല്ല വ്യക്തമായ ബോധ്യം ജനങ്ങളിൽ എത്തിയതിന് ശേഷമാണ് മാർക്കറ്റ് കൂടുതൽ വന്നു. അപ്പോഴും പ്രതിസന്ധികൾ വന്നു. പ്രതിസന്ധികൾ എന്ന് വെച്ചാൽ നമ്മുടെ നാട് എപ്പോഴും ഹർത്താൽ, അതുപോലെ പെരുന്നാൾ, വിഷു, ഓണം ദിവസങ്ങളിൽ കൂണ് വിൽക്കാൻ കഴിയാതെ വരുന്നുണ്ട്. ആ സമയങ്ങളിൽ നമ്മൾ കൂണ് ഉണക്കി സൂക്ഷിച്ചു എന്നല്ലാതെ അത് വിഭവങ്ങളാക്കാൻ കഴിയാത്തൊരു മാർക്കറ്റും ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ സമയത്താണ് നമ്മൾ അതിൻ്റെ വിഭവങ്ങളെക്കുറിച്ചിട്ട് കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തി. ഫസ്റ്റിൽ ഞാൻ പരീക്ഷിച്ച സൂപ്പായിരുന്നു. അത് 100 പേരിൽ കൊടുത്തപ്പം എല്ലാവരും, 2-3 പേര് ഒഴികെ ബാക്കി എല്ലാവരും പോസിറ്റീവായിട്ട് ഭയങ്കര രുചിയാണ് അത് അഭിപ്രായപ്പെട്ടത്. അന്ന് മുതൽക്കാണ് ഞാൻ കൂണിൻ്റെ വിഭവങ്ങളിലേക്കുള്ള ചിന്തിക്കാൻ തുടങ്ങിയത്. ഇന്ന് ഈ കാലഘട്ടത്തിൽ കൂണ് കൊണ്ട് എല്ലാ വിഭവങ്ങളും ഓർഡർ പ്രകാരം ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. കൂൺ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്, കൂൺ പായസം, കട്ട്ലേറ്റ്, കൂണിൻ്റെ സമൂസ, കൂണിൻ്റെ സൂപ്പ് 2-3 തരം സൂപ്പ് തയ്യാറാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂണിൻ്റെ പപ്സ്, കൂൺ ഉപയോഗിച്ചുള്ള ചിക്കൻ റോള്, കൂണിൻ്റെ അട, കൂണിൻ്റെ ശംഖുപുഷ്പം ചേർത്തുള്ള ചായ, പ്രോട്ടീൻ മിക്സ്, ചക്കക്കുരി ചേർത്തിട്ടുള്ള, അതുപോലെ ചോളവും പഴവും ചേർത്തിട്ടുള്ള കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന കുറുക്ക്, ഇതെല്ലാം പറഞ്ഞ ഓർഡർ പ്രകാരം നമ്മൾ ഇപ്പം ചെയ്തു കൊടുക്കുന്നുണ്ട്. പുതിയ കമ്പനീൻ്റെ പണി പൂർത്തിയാവുന്നതോടുകൂടി നമ്മൾ കേരളം മൊത്തം അത് പാക്കറ്റാക്കി സപ്ലൈ ചെയ്യാനുള്ളൊരു സംവിധാനമാണ്. ഒരു 3 മാസം കൊണ്ട് റെഡിയാവുന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. കൂൺഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായി വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതും സ്വന്തം ടെക്നോളജി ഉപയോഗിച്ചിട്ട്. ഈ 26 വർഷം കൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത, അതായത് എൻ്റെ ഗുരു ഡാനിയൽ സാറിൻ്റെ സഹായത്തോടു കൂടി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ടെക്നോളജിയാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് 90% വിത്തും നമുക്ക് കിട്ടുന്നുണ്ട് കേടുവരാതെ. സാധാരണ ഒരു കൂൺ കർഷകനെ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാർക്ക് 50-50, 50% മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് ചില സമയങ്ങളിൽ 100% വിത്ത് കിട്ടിയ സമയങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ വിജയവും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.